എൻ്റെ പേര് അബ്ദുൽ സലീം എന്നാണ്. ഞാനിവിടെ തിരുനാവായ പഞ്ചായത്ത് കോന്നല്ലൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ എൻ്റെ കാലിൻ്റെ ഒരു മുട്ടിൻ്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ വന്നാണ് ഇപ്പോൾ ലീവിൽ. അപ്പോൾ ഞാൻ 2-3 ഹോസ്പിറ്റലിൽ അന്വേഷിച്ചു ആദ്യം സർജറിനെ പറ്റിയിട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് സർജറി വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളൊരു സുഹൃത്ത് ഇമ്പിച്ചിവാവ ഹോസ്പിറ്റലിൽ നിന്ന് സർജറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞാണ് എന്നോട് ഇങ്ങനെ ഇമ്പിച്ചിവാവ ഹോസ്പിറ്റലിൽ പോയിട്ട് അന്വേഷിക്കുക, അവിടെയാണ് ഏറ്റവും നല്ല സർജറി, ഓർത്തോ വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർ ജിതി എന്ന് പറഞ്ഞ ആളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വന്നിട്ടാണ് സർജറി കഴിഞ്ഞത്. പിന്നെ സർജറി കഴിഞ്ഞിപ്പോൾ കുറച്ച് ദിവസമായി, എനിക്ക് കുഴപ്പമില്ല. സർജറി കഴിഞ്ഞ് 2ാമത്തെ ദിവസം തന്നെ ഡോക്ടർ എന്നോട് നടക്കാൻ വേണ്ടി പറഞ്ഞു. സർജറി കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഡോക്ടർ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോയിൻമെൻറ്റ് ചെന്ന് ഡോക്ടർ പ്ലാസ്റ്ററൊക്കെ കട്ട് ചെയ്ത് എന്നോട് മുട്ട് മടക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മുട്ട് മടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനിവിടെ നിങ്ങളടുത്ത് തന്നെ ഉണ്ട്, നിങ്ങൾ മടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുട്ട് മടക്കി പകുതി ഭാഗം മടക്കി കാണിച്ചു കൊടുത്തു. പിന്നെ അപ്പോയിൻമെൻറ്റ് വേറൊരു ദിവസമായിട്ടായിരുന്നു, 3ാമത്തെ ദിവസം. പിന്നെ അന്ന് പോയപ്പോൾ കൂടുതലും എന്നോട് പറഞ്ഞ് നടക്കാൻ വേണ്ടി പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞ് സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ബാൻഡേജ് ഇല്ലാത്തതിനെ നടത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വേദന ഇല്ല. ഞാൻ കീഹോൾ സർജറി ചെയ്തിരുന്നത് വളരെ ഈസി ആയിരുന്നു. നല്ല ഡോക്ടറാണ്, എനിക്ക് നല്ല സർവീസാണ് ഇമ്പിച്ചിവാവ ഹോസ്പിറ്റലിൽ കിട്ടിയത്. റൂമായിക്കോട്ടെ നല്ല വൃത്തിയുള്ള റൂമായിരുന്നു, വലിയ റൂമായിരുന്നു. ടോയ്ലറ്റ് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റായിരുന്നു. 3 നേരം ക്ലീനിങ്ങിന് അവിടെ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. പിന്നെ സിസ്റ്റർമാരൊക്കെ നല്ല ഇതാണ് കിട്ടിയിട്ടുള്ളത്, സർവീസാണ് കിട്ടിയിട്ടുള്ളത്. ഡോക്ടറെ ആയിക്കോട്ടെ, ഡോക്ടർ നല്ല സർവീസ് ആയിരുന്നു ഡോക്ടർ തന്നിട്ടുള്ളത്. നല്ല സ്നേഹത്തോടുള്ള പെരുമാറ്റം, നല്ല പെരുമാറ്റങ്ങളും നല്ല സർവീസൊക്കെ ആയിരുന്നു എല്ലാവർക്കും കിട്ടിയിരുന്നത്. പിന്നെ കഴിയുന്നതും ആരെങ്കിലും അങ്ങനെ കാലുമുട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്പിച്ചിവാവ ഹോസ്പിറ്റൽ ആലത്തൂർ പോയിട്ട് ബന്ധപ്പെടുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 3-4 ഹോസ്പിറ്റലിൽ ഇവിടെ ബന്ധപ്പെട്ടു, അതിനൊന്നും എനിക്കൊരു കംഫർട്ട് കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. എൻ്റെ കാല് ഇതാണ്, എനിക്ക് ജന്മനാ ഉള്ളതൊരു വളവാണ് ചെറിയ, പക്ഷെ അത് വിഷയമല്ല. കാല് ഇതാ നല്ലോണം വളയുന്നുണ്ട്. ചെറിയ ഒരു 2 ഹോൾസ് ഉള്ളൂ ഇതിൻ്റെ കീഹോള് സംബന്ധമായിട്ട്. ഇപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നടക്കാൻ, പിന്നെ ഇനി ഫിസിയോതെറപ്പിയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ഞാനിപ്പോൾ നമസ്കരിക്കണമൊക്കെ ഉണ്ട്, നമസ്കരിക്കണമൊക്കെ ഇരുന്നിട്ടാണ് നമസ്കരിക്കുന്നത്. പിന്നെ ടോയ്ലറ്റ് പോകണതൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ നടന്ന് കാണിച്ചു തരാവുന്നതാണ്.